ഹായ് ഓൾ. ഇന്ന് നമ്മൾ വന്നേക്കുന്നതൊരു ചെറിയൊരു ഷോപ്പിങ്ങും അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ കേക്കിൻ്റെ തിരക്കുള്ളൊരു ദിവസം രണ്ടും കൂടിയിട്ടാണ്. ചാലക്കുടിയിലാണ് കേട്ടോ ഇതുള്ളത്. സ്മാർട്ട് ബസാർ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു സൂപ്പർ മാർക്കറ്റ് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ വന്നതാണ്. അപ്പോൾ ഞാനും മക്കളും ഒക്കെയൊക്കെ കൂടി ഒന്നിങ്ങനെ എല്ലാവരും അവരിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. വലിയ ഓഫേഴ്സും കാര്യങ്ങളായിട്ട് തോന്നിയില്ല. എന്നാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഫ്ലോർ വരെയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ സെക്കൻഡ് ഫ്ലോർ വരെ ഒന്ന് പോയുള്ളൂ. അത്യാവശ്യം തിരക്കുള്ള കാരണം ഒരുപാട് തേർഡ് ഫ്ലോറിലും ഓഫർ ഉണ്ടെന്ന് അവർ പറഞ്ഞത്. നമ്മളതൊന്നും നോക്കിയിട്ടുണ്ടായില്ല. നമ്മൾ അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു, വീട്ടിലേക്ക് ആവശ്യമുള്ളതൊക്കെ. വീട്ടിൽ ചെന്നിട്ട് കേക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളതാണ് നമുക്കൊരു സമാധാനം ഉണ്ടായില്ല. അപ്പം അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി നമ്മൾ വീട്ടിൽ വന്നിട്ട് ബേക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടാണ്. അതിൻ്റെ ടിന്നും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ച് നമ്മൾ എഗ്ഗൊക്കെ ബീറ്റ് ചെയ്യാൻ വെക്കാമെന്നേ. മോന് വന്നിട്ട് ഞാനൊന്ന് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് അവനാണ് കേട്ടോ അതിൻ്റെ ഓണാക്കുന്നത്. അപ്പോൾ നമ്മൾ ഓവനൊക്കെ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചു. നമുക്ക് പിസ്തയുടെ കേക്കായിരുന്നു കേട്ടോ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിസ്തയുടെ പീസ് കേക്ക് നമുക്ക് ഒരുപാട് ഓർഡർ വരാറുണ്ട്. എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ കൂടെ കേക്കിൻ്റെ കൂടെ നമുക്ക് അവർക്ക് ആളുകൾക്കൊക്കെ ഇങ്ങനെ പീസ് പോലെ ഇവിടെ ബാപ്റ്റിസത്തിന് മോളി കമ്മ്യൂണിയത്തിനൊക്കെ അങ്ങനെ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ വരാറുണ്ട്. അടുത്തുനിന്ന് ഇതിൻ്റെ മുമ്പ് ഈ കസ്റ്റമർ തന്നെ അവർ ഓളി കമ്മ്യൂണിയന് നമ്മളെ അടുത്തുനിന്ന് മേടിച്ചായിരുന്നു. അപ്പോൾ ഇത് അവരെ വീട്ടിൽ തന്നെ ബാപ്റ്റിസത്തിൻ്റെതാണ്. അന്ന് ഇതേപോലെ പീസ് കേക്കൊക്കെ ഉണ്ടായിരുന്നു. ഒരു 1 kg വൈറ്റ് ഫോറസ്റ്റിലാണ് കേട്ടോ നമ്മളിത് ചെയ്തെടുക്കുന്നത്. തലേ ദിവസം ഇതിൻ്റെ ക്രം കോട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചായിരുന്നു. ഇന്നിപ്പോൾ പിറ്റേ ദിവസമായിട്ടോ ഇതെടുത്ത് നമ്മൾ ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. സ്റ്റോളായിട്ടാണ് കേട്ടോ നമ്മൾ കൂടുതലും ബാപ്റ്റിസത്തിൻ്റെ വർക്ക് ചെയ്യാറുള്ളത്. നമുക്ക് അങ്ങനത്തെയാണ് കസ്റ്റമർ പറയാറുള്ളത്. ഇത് നമ്മളോട് പറഞ്ഞിട്ടൊന്നുമില്ല പ്രത്യേകിച്ച് ഡിസൈനും കാര്യങ്ങളൊന്നും. നമ്മളിതിന് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊരു ഡിസൈനായിട്ട് കൊടുക്കുന്നത്. അത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ബിഗിനേഴ്സിനൊക്കെ ഫിനിഷ് ആവാത്തവർക്കൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. എനിക്കിങ്ങനത്തെ ഈ വർക്ക് ഇങ്ങനെ ചെയ്യുന്നത് എപ്പോഴും കുറച്ച് നല്ല വൃത്തിയായിട്ട് തോന്നാറില്ല. കാരണം കൂടുതലും ഞാനിങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളതിന്മേ ഫ്ലവറും കാര്യങ്ങളൊക്കെ വെച്ച് അതിൻ്റെ ലുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു കുരിശും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഡെലിവറി ഉണ്ട്. അപ്പം അതിന് കൂടി പോണ കാരണം ഇച്ചിരി ധൃതി പിടിച്ച് ചെയ്യാണ് കേട്ടോ. 11:30-12 മണി ആ ടൈമാണ് നമ്മളോട് ഡെലിവറി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ലുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഗോൾഡൻ ലീഫും കാര്യങ്ങളൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ഇതാണ് കേട്ടോ അതിൻ്റെ ഫൈനൽ ലുക്ക് വന്നത്. അപ്പോൾ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറൊക്കെ ചെയ്യണേ. അപ്പോൾ ഇന്ന് നമ്മൾ ഡെലിവറിൻ്റെ ടൈമായപ്പോൾ നമ്മളതൊക്കെ പാക്ക് ചെയ്ത് പീസ് കേക്കും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തു കേട്ടോ. അപ്പോൾ 200 പീസായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഡെലിവറിയുടെ ടൈമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മളടുത്തുള്ള ഒരു മൂക്കന്നൂർ എന്ന് പറഞ്ഞ ഒരു വാതക്കാട് എന്ന് പറഞ്ഞൊരു പ്ലേസാണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തേക്ക്. അടുത്ത വീഡിയോയിൽ കാണാം.